പിന്നെ പ്രാക്ടീസിന്റെ സമയത്ത് മൗത്ത് ഗാർഡ് ഇട്ടുണ്ട് വായിൽ. പക്ഷെ ഒരു പോയിന്റിൽ ഇവൻ മൗത്ത് ഗാർഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഫുള്ള് ബ്ലഡാ. ഫീൽ ചെയ്യാൻ പറ്റുമോ അറിയില്ല, പക്ഷെ അതിൽ പെർട്ടിക്കുലർ ആയിട്ടൊരു സീൻ ലാസ്റ്റ് വരുന്നുണ്ടല്ലോ. സോ അത് റിയലിസ്റ്റിക് ആയിരുന്നു. അരുണാചൽ പ്രദേശിലേക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ്, ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയതാണ്. അപ്പം ആ സമയത്ത് അവിടുന്ന് കേട്ടൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പൊ അത് ചെയ്യുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അത് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട്, അതായത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, നമ്മൾക്ക് തന്നെ ആക്ച്വലി ഇവിടുന്ന് ഞങ്ങളുടെ ബ്രീത്ത് പോലും സ്റ്റക്ക് ചെയ്യുന്ന പോലെയാണ് അത് എത്തിയത്. അപ്പം അമ്മ ഇതുപോലെ ഒരു ഫെസ്റ്റിവൽ നടന്നു, അപ്പോൾ എനിക്കാണ് ഇങ്ങനെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ കിട്ടിയില്ലേ, ഓക്കെ നല്ല കാര്യം. പിന്നെ ഞാൻ മറ്റേ ഗ്യാസ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ഇതായിരുന്നു എനിക്ക് റെസ്റ്റ്. ഹായ് എവരിവൺ, LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഫസ്റ്റ് എഡിഷനിൽ നമ്മളുടെ വിന്നേഴ്സ് ആയിട്ടുള്ള ബെസ്റ്റ് ഡയറക്ടർ ആമോസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ കിഷോർ റോഷിക്കുമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. സോ ഇന്ന് അവരുമായിട്ട് നമ്മൾക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. അവരുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവരുടെ ഷോർട്ട് ഫിലിം ഒപ്പോണന്റ് ആണ്. ആക്ച്വലി നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് വാച്ച് ചെയ്യുന്ന സമയത്ത്. അതിൽ നമ്മൾക്ക് വളരെ എങ്ങനെയാ പറയാ, നമ്മളിപ്പം ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുന്ന സമയത്ത് വളരെ ജെന്യൂൻ ആയിട്ട് തോന്നുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഞാൻ പറയുന്നില്ല ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. പേഴ്സണലി ഞാനത് കണ്ടതുകൊണ്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം മിസ്റ്റർ ആമോസ് ആസ് വെൽ ആസ് മിസ്റ്റർ കിഷോർ റോഷിക് ടു അവർ സെഷൻ. സോ നമ്മളുടെ ഈ ഒരു ഷോർട്ട് ഫിലിം ഒപ്പോണന്റ് എന്നുള്ള ഷോർട്ട് ഫിലിമിനെ കുറിച്ച് നമ്മളുടെ ഡയറക്ടർ ഒരു ചെറുതായിട്ട് പറഞ്ഞു തരും. ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് ഷോർട്ട് ഫിലിമാണ്. ഇത് ആക്ച്വലി ഞാൻ ഒരു 2024 ഞാൻ അരുണാചൽ പ്രദേശിലേക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ്, ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയതാണ്. അപ്പം ആ സമയത്ത് അവിടുന്ന് കേട്ടൊരു റിയൽ സ്റ്റോറിയാണത്. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമ്മളത് അരുണാചൽ പ്രദേശ് മുംബൈ തമ്മിലൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ വന്നു. അപ്പം അതിൽ സംഭവിച്ചൊരു കാര്യം, അപ്പം അത് നമ്മളൊന്നും കൂടെ ഇവിടെ വന്നിട്ട് അതെങ്ങനെ എടുക്കാൻ പറ്റും നോക്കി. അപ്പം അങ്ങനെ കേരളം, തമിഴ്നാട് എന്നുള്ള രീതിയിൽ അത് എടുക്കുക ചെയ്ത്. ഇതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ നമ്മൾ അധികം എനിക്ക് തോന്നില്ല അതിലധികം എഫക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കാര്യം? ആളുകൾ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്നിങ്ങനെ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ പറയാന്നുള്ള രീതി ഉള്ളല്ലോ, അത് കൂടുതൽ അങ്ങനെ ബ്രില്യൻസ് ഒന്നും കൊണ്ടുവരണം അങ്ങനത്തെ ഒന്നും ഉദ്ദേശമുള്ള. ഇപ്പൊ കാണുമ്പോൾ എന്താണോ നമ്മളിങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം കൊണ്ടുവരിക. ഇപ്പൊ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ സെലക്ട് ചെയ്തു, അപ്പൊ ഇതിലേക്ക് ആ ഒരു പേഴ്സൺസിനെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ, അപ്പം അരുണാചൽ പ്രദേശ് സൈഡ് ബേസ്ഡ് ആയിട്ടാണല്ലോ വന്നത്, അപ്പൊ ആ ഒരു സീൻസിൽ ആ ഒരു സ്ഥലവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും സിനിമയിലില്ല. അത് മൊത്തത്തിൽ അവിടുത്തെ പരിപാടി മാറ്റി നമ്മളത് മുഴുവനായിട്ടും നമുക്ക് എങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഏറ്റവും ഈസി ആയിട്ട് നമുക്കത് എങ്ങനെ എടുക്കാൻ പറ്റും, ആ രീതിയിലേക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്തു. എന്തൊക്കെ ഇതിന്റെ പുറകിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറെ റിസർച്ച് അപ്പോൾ ഇതിന്റെ പിന്നിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ആക്ച്വലി നമ്മളൊരു ഷോർട്ട് ഫിലിം, ഫീച്ചർ ഫിലിമിന്റെ അതുപോലെ തന്നെ ആക്ച്വലി നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടാൽ. ഇപ്പോൾ ഫീച്ചർ ഫിലിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 മണിക്കൂർ 3 മണിക്കൂർ വരെ നമുക്ക് ടൈം ഉണ്ട്, പക്ഷെ ഒരു ഷോർട്ട് ഫിലിമിൽ ഇത്രയും കാര്യങ്ങൾ ചുരുക്കം ടൈമിന്റെ ഉള്ളിൽ നമ്മൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് റിസർച്ച് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ അതിന്റെ പിന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മാസത്തോളം ഇതുണ്ടായിരുന്നു, പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഒന്ന് സ്ക്രിപ്റ്റിലിരിക്കാനും അതുപോലെ തന്നെ ഷോർട്ട് ഡിവിഷൻ, ആക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക, അവർക്ക് പ്രാക്ടീസ് കൊടുക്കുക. അപ്പം നമ്മളെന്താ വെച്ചാൽ മുഴുവൻ സീൻസ് ഒരു നാടകം പോലെ തന്നെ ചെയ്തിരുന്നു. എല്ലാ അഭിനയിക്കുന്നവരെല്ലാം വിളിച്ച് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വന്നിട്ട് എങ്ങനെ സീൻസ് ഒക്കെ റിഹേഴ്സൽ ചെയ്തിരുന്നു. ഓരോരുത്തരെ വിളിച്ച് ഇൻഡിവിജ്വൽ സീൻസ് ഇന്ററാക്ട് ചെയ്ത് ആ സീൻസ് റിഹേഴ്സൽ ചെയ്ത്, പിന്നെ ബോക്സിങ് സീൻസ് ഒക്കെ ആണെങ്കിലും ഒരു 21 ദിവസത്തോളം, ഫസ്റ്റ് 2 ദിവസമാണ് തോന്നുന്നു. മറ്റേ അതിൻ്റെ ഒരു കോച്ച് ഉണ്ട്, ബോക്സിങ് കോച്ച് നൗഫർ ഖാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് ഒരു കൊറിയ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ അത് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ കാലത്ത് വരും, ഇവർ ടീമും വരും, എല്ലാവരും കൂടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇല്ലില്ല. ഞാൻ മുൻപ് ഞാൻ കളരിപ്പയറ്റ് ചെയ്യുമായിരുന്നു, ഒരു 2.5 വർഷത്തോളം കളരിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സോ അത് കണ്ടിട്ട് അതെന്നാണ് തോന്നുന്നു ആ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള മാർഷൽ ആർട്സ് അറിയുന്ന ഒരാൾ വേണമെന്നായിരുന്നു ഇവർക്ക് നിർബന്ധം ഉണ്ടായത്.
സോ അങ്ങനെയാണ് എന്നിലേക്ക് അപ്പൊ അവരെത്തുന്നത്. ഇതിലേക്ക് എങ്ങനെയാ ആളെ എങ്ങനെയാ ഇതിലേക്ക് കൊണ്ടുവന്നേ? അത് ആക്ച്വലി എൻ്റെ DOP മൃദുൽ, പുള്ളി ആക്ച്വലി ഇപ്പോൾ ഒരു 3ഓളം സിനിമ ചെയ്ത പുള്ളി ആണ് സജസ്റ്റ് ചെയ്യണത് കിഷോറിന്. നമ്മളെന്താ വെച്ചാൽ റിയൽ ബോക്സേഴ്സിനെ തന്നെ എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബോക്സിങ് അറിയാത്തവർ ബോക്സിങ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുക, എല്ലാ സാധ്യതയുണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിരുന്ന ആള് റിയൽ ബോക്സറാണ്. ആണല്ലേ? അതിന്റെ മാക്സിമം ഇടിവിന് കിട്ടിയിട്ടുണ്ട്. അതില് നമ്മൾക്കൊരു സീൻ അതിൽ പർട്ടിക്കുലർ ആയിട്ട് ക്ലൈമാക്സിൽ എനിക്കത് അറിയില്ല, റിവീൽ ചെയ്യാൻ പറ്റുമോ അറിയില്ല, പക്ഷെ അതിൽ പർട്ടിക്കുലർ ആയിട്ടൊരു സീൻ ലാസ്റ്റ് വരുന്നുണ്ടല്ലോ. സോ അത് റിയലിസ്റ്റിക് ആയിരുന്നു. പിന്നെ അടി കൊള്ളുന്നതോ? അല്ലല്ല, ഏറ്റവും അവസാനം ആ ഒരു അച്ഛൻ വന്നിട്ട് റിയലിസ്റ്റിക് ആയിരുന്നു. അത് കറക്റ്റ് ഇത്ര ഒരു 6-7 ടേക്കോളം പോയിട്ടുണ്ടായിരുന്നു ആ സാധനം. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യും, അത് ഒരുപാട് പ്രഷർ ഇല്ല. പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീൻ ഇങ്ങനെ നിൽക്കും, ആ സീൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള മൊമെന്റ് വരുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറയും, എൻ്റെ കൈവിരൽ ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാം, അപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞു. അതായത് അച്ഛന്റെ ക്യാരക്ടർ ചെയ്ത് തമിഴ്നാട്ടിലുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. പിന്നെ അമ്മയുടെ ചെയ്ത് വിനയ ചേച്ചി അല്ലേ, വിജയ ചേച്ചി. അത് നമ്മുടെ സൂപ്പർ ശരണയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറെ മൂവീസ് ചെയ്തിട്ടുള്ള ആക്ടറാണ്. അപ്പൊ പുള്ളിക്കാരത്തിയായിരുന്നു അത് ചെയ്തത്. അപ്പൊ അത് ചെയ്യുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അതായത് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട്, അതായത് നമ്മൾക്ക് കാണുമ്പോ തന്നെ അറിയുന്നുണ്ട്, നമ്മൾക്ക് തന്നെ ആക്ച്വലി ഇവിടുന്ന് ഞങ്ങളുടെ ബ്രീത്ത് പോലും സ്റ്റക്ക് ചെയ്യുന്ന പോലെയാണ് അത് എത്തിയത്. അപ്പം അതെങ്ങനെയായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അത് ക്രൂ നിൽക്കുന്ന സമയത്ത് അവര് നിൽക്കുന്ന സമയത്ത്, എടാ നീ തരുന്നത്, നീ കാണിക്കുന്നത് അത് ഒറിജിനലാണോ അത് അഭിനയിക്കുകയാണോ ഞങ്ങൾക്ക് അറിയുന്നില്ല, ഇത് എവിടെ പിടിക്കണോ, ഇടയിൽ വന്ന് ഹോൾഡ് ചെയ്ത് നിർത്തണോ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഉണ്ടായിരുന്നു ഉള്ളിൽ കുറച്ച് അതിന്റെ കുറച്ച് വേദന പെയിൻ വന്നാലും കുഴപ്പമില്ല, ആ റിയലിസ്റ്റിക് ആയിട്ട് അത് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓക്കെ എനിക്ക് പറ്റുന്നതിന്റെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഹോൾഡ് ചെയ്തു. ബാക്കിയുള്ളത് ടീം അവർ നോക്കി. ആക്ച്വലി അത് പറഞ്ഞ് അറിയിക്കേണ്ടതാ, കാരണം അത്രയും ഒരു ഭാഗത്തുനിന്ന്. അപ്പൊ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുമ്പോൾ അവിടെ ആക്ടർ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? അത് നമ്മൾ ഉദ്ദേശിച്ച പോലെയാണോ വന്നിട്ടുള്ളത്, അതോ അതിൽ കൂടുതലായിട്ട് പോയോ, അതോ കയ്യിന്ന് പോവോ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു? ഈ ക്ലൈമാക്സ് അതിനേക്കാളും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്ന ഏരിയയാണ് ബോക്സിങ്ങിൽ ഇവൻ ഇടികൊള്ളുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന റിയൽ ബോക്സറാണ്. അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ മെല്ലെ ഇടിക്കുമ്പോൾ പോലും ഇവന് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടായി. അതായത് ബോഡി സെൻസിറ്റീവാ. പിന്നെ പ്രാക്ടീസിന്റെ സമയത്ത് മൗത്ത് ഗാർഡ് ഇട്ടുണ്ട് വായിൽ. പക്ഷെ ഒരു പോയിന്റിൽ ഇവൻ മൗത്ത് ഗാർഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഫുള്ള് ബ്ലഡാണ് പ്രാക്ടീസിന്റെ സമയത്ത്. എന്താ വെച്ചാൽ ഇടിക്കുമ്പോൾ അതോ ഇവർ ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ എനിക്ക് കിട്ടുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മുഖത്തിട്ട് ഇടിക്കുക എന്നുള്ള പ്രാക്ടീസാണ്. ഇവർ ഡെയിലി വന്നിട്ട് മുഖത്തിട്ട് ഇടിക്കുക, ഗ്ലൗ ഇട്ടിട്ട് മാറി മാറി എന്ന് വെച്ചാൽ കണ്ണിലെ പേടി മാറുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് ഇടി മേടിച്ച് അത്യാവശ്യം ഇടി കൊള്ളണം. അതുകൊണ്ട് അടിക്കുമ്പോൾ വേദന ഉണ്ടാവും. പക്ഷെ ആ പെയിന് സഹിച്ചു കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ണിന്ന് ഈ പേടി പോകുള്ളൂ. സോ അങ്ങനെ ഇടിച്ചിട്ടിട്ടാണ്. അപ്പോഴേ നമ്മളോട് കിഷോർ പറയാനുള്ള ചോര ഒന്നും കിഷോർ പറയാനുള്ള. കിഷോർ എന്താ വെച്ചാൽ ബ്രേക്കിന് ഇത് കഴുകാൻ വേണ്ടി പോകുമ്പോഴേ നമ്മളാണ് ചോര. നമ്മള് മനസ്സിൽ കണ്ട ആ ഒരു പിക്ചർ തന്നെയാണോ ലാസ്റ്റ് നമ്മളിപ്പം ഔട്ട് വന്നപ്പോ കിട്ടിയത്, അല്ലെങ്കിൽ അതിൽ ബെറ്റർ ആയിട്ട് പോയോ? നമ്മളെ വിശ്വസിച്ചതിൽ അപ്പുറത്തേക്ക് അത് അല്ല, ബെറ്റർ ആയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ ഒരു സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന ഇതിനേക്കാളും വേറൊരു സാധനമാവും, നമ്മൾ എഴുതുന്നതിനേക്കാൾ വേറൊരു സാധനമാവും ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നീട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെയും മാറും. അത് മ്യൂസിക് അങ്ങനത്തെ പരിപാടിയൊക്കെ ആഡ് ആകുമ്പോൾ അതൊന്നും കൂടെ മുകളിലേക്കാണ് പോവുള്ളൂ. ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്കാണ് പോയിട്ടുള്ളൂ. അപ്പൊ ആരാ ഇപ്പൊ നമ്മളുടെ അതായത് LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നിങ്ങൾ പങ്കെടുത്തല്ലോ, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഡയറക്ടർ ആമോസ് ആണ് അപ്ലൈ ചെയ്തത്. എൻക്വയറി വന്നിട്ടുള്ളത് ആളുടെ. ഇതിലേക്ക് എങ്ങനെയാ മീൻസ് ഇവിടെ നിന്ന് ആഡ് കണ്ടിട്ട് എങ്ങനെയാ ഇതിലേക്ക് വന്നേ? അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്തോ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഷെയർ ചെയ്ത് അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എഡീഷൻ ആയിരുന്നു. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് എഡീഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ആക്ച്വലി പഴയത് നടന്നിട്ടും ഇല്ല. അപ്പൊ നമ്മൾക്കൊരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടായത്? അല്ല, അത് ഒന്ന് ജൂറി കമൽ സാറാണ്. അപ്പൊ തന്നെ ഓക്കെയാണ് പുള്ളി. അല്ലാതെ ഇപ്പൊ നമ്മൾക്കിപ്പോ ഞങ്ങളാണെങ്കിലും ഇപ്പൊ ഒരു വീഡിയോയോ ഒന്നും ഷെയർ ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല അത് ചിലപ്പോ നടക്കാൻ ചാൻസ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ. മനസ്സിലായി. അല്ല, പിന്നെ നമ്മളിപ്പോ ഒരു ഷോർട്ട് ഫിലിം എടുത്തു, അപ്പൊ അത് ഒന്നത് ആളുകൾ കാണുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും
ഇമ്പോർട്ടൻസ്. അതിന് കുറേ പൈസ കിട്ടുക, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ആളുകൾ കാണുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. അപ്പോഴാണ് നമുക്കത്, ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും. കാരണം നമ്മളിത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടു, എഡിറ്റ് ചെയ്യാനോ കുറേ തവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ ഓഡിയൻസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ കഥ അറിയില്ല, ഒന്നും അറിയാത്ത ആളുകൾ കാണുമ്പോൾ അവരുടെ അഭിപ്രായമാണ് കറക്റ്റ്. അപ്പം അതുകൊണ്ട് എടുത്തിരിക്കല്ലേ. അപ്പം ആ സമയത്ത് നമ്മുടെ പടം ഫുൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്ന ഫെസ്റ്റിവൽസ് ഒന്നായിരുന്നു ഇത്, LK. എവിടെ നിന്നായിരുന്നു അന്ന് നമ്മളുടെ ഫെസ്റ്റിവലിന് വന്നേ? കൊച്ചി ബേസ്ഡാ? എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് തന്നെ വന്നത്. ഇവിടെ നിന്ന് എപ്പോഴാണ് റിസൾട്ട് വിളിച്ച് പറയാൻ ഓർമ്മയില്ല. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു മാസം മുന്നേ, 1 month മുന്നേ അറിയിച്ചു. അത് അറിയിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അപ്പൊ തന്നെ കിഷോറിനെ വിളിച്ചു പറഞ്ഞു, അത് കിട്ടി എല്ലാരെയും വിളിച്ചു പറഞ്ഞു. ഇതിലൊരു സ്പെഷ്യൽ ജൂറി മെൻഷനും കൂടി ഉണ്ടായിരുന്നു അതില്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്കാരി. നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അവാർഡ് എന്തായാലും കിട്ടുന്നുള്ളത്? അവാർഡ് കിട്ടും എന്നുള്ളത് അങ്ങനെ ഇല്ല, പ്രതീക്ഷയുള്ള ഒന്നും തന്നെ പ്രതീക്ഷയുള്ള. ഞാൻ എന്താ വെച്ചാല് നമുക്കെന്ന് വെച്ചാൽ ഓരോ ഫെസ്റ്റിവൽസിന്റെ പരിപാടി അറിയാലോ, എത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അത്ര. പിന്നെ സ്ക്രീനിങ്ങിന്റെ സമയത്താണെങ്കിലും മാക്സിമം ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 300+ ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഒഫീഷ്യലി സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണ് നമ്മൾ ആക്ച്വലി അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ആമോസ് ആ കഥ പറയുന്ന സമയത്ത് തന്നെ, അത് കഴിഞ്ഞിട്ടാണ് ദാവീദ്, ജിംഖാന ഈ രണ്ടും അവർ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു സ്റ്റോറി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആമോസിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ മറ്റേ ബോക്സിംഗ് റിങ് മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ല, അപ്പോൾ പറ്റുകയാണെങ്കിൽ ഈ പടങ്ങൾക്ക് മുമ്പ് നമുക്ക് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആമോസിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമോസ് നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽസിന് എങ്ങനെയുണ്ട് നോക്കാം, ആദ്യം ഇതിന് കൊടുത്ത് നോക്കാം എന്നുള്ള രീതിക്ക് ആമോസിന് ഫെസ്റ്റിവൽസിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് മലയാള സിനിമ ആദ്യം നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിങ് കാണുക എന്ന് പറയുന്ന, ആ പശ്ചാത്തലം കാണുക എന്ന് പറയുന്നതിനോട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ കഥ അത് വന്നതിന് ശേഷം അത് പഴകിപ്പോയതല്ലോ, ആ സ്റ്റോറിയും ഇത് എല്ലാം കൂടെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഈ സിനിമകളെല്ലാം വന്നതിന് ശേഷവും നമ്മുടെ പടത്തിന് കണ്ട ആൾക്കാർ നല്ല റിവ്യൂ പറയുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഹാപ്പി. വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു റെസ്പോൺസ്? വീട്ടിൽ അവർക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ച് സിനിമ പരിപാടി അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത സമയത്തും നന്നായിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഞാനും അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. അവർക്ക് ഇതിൻ്റെ ഏതാ പരിപാടി അങ്ങനെ ഒന്നും അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അങ്ങനെ അവർക്ക് കൂടുതൽ പറയാനും അറിയില്ല. അത്രയ്ക്ക് തുറന്ന് സംസാരിക്കുന്ന അറിയുന്ന, നമ്മളുടെ ആ ഒരു സീനൊക്കെ എത്തുമ്പോൾ ഇത് കണ്ടു നിൽക്കുമ്പോൾ പാരന്റ്സിനാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. അവർക്ക് അത്രയ്ക്ക് അങ്ങനെ ട്രിഗേർഡ് ആയിട്ടില്ല. അവർക്ക് അറിയാം ഇതെന്തോ അവൻ ചെയ്യുന്ന പരിപാടിയാന്നുള്ളത് കൊണ്ട് അവരങ്ങനെ. നമുക്കൊരു റാപ്പിഡ് ഫയർ നോക്കാം. അപ്പം ആദ്യം ഡയറക്ടറിനോട് ചോദിക്കാം, പെട്ടെന്നൊരു ദിവസം രാവിലെ നമുക്കൊരു ഡയറക്ടർ ആവണം എന്ന് മനസ്സിൽ തോന്നിയതല്ലല്ലോ ഇത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും മനസ്സിലൊരു ഡയറക്ടറിന്റെ മുഖം ഉണ്ടാവും. പെട്ടെന്ന് കടന്നു വരുന്ന ഡയറക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കടന്നു വരുന്ന മുഖം ഏതാ? ബേസിൽ ജോസഫ്. കാരണം പുള്ളിയുടെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളത് ബേസിൽ ജോസഫിനാണ്. ആളും ഇതുപോലെ ഷോർട്ട് ഫിലിം എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയും കൂടിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഫീച്ചർ ഫിലിം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഏത് ജോണറിലായിരിക്കും ചെയ്യാം? ത്രില്ലർ, മോസ്റ്റ്ലി ത്രില്ലർ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്കൊരു ബോക്സിങ് അങ്ങനത്തെ ഒരു പരിപാടി തന്നെ പിടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ബോക്സിങ്. ഇനി നമ്മൾക്ക് ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒരു ഡയറക്ടർക്ക് വേണ്ടുന്നതായിട്ടില്ല ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്തായിട്ടാണ് തോന്നുന്നത്? ക്വാളിഫിക്കേഷൻ സെറ്റിലുള്ളവരെയൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, ആക്ടേഴ്സിനോടും കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ആണെങ്കിൽ. ലോക ചാപ്റ്റർ 1 ആ സിനിമയുടെ സംവിധായകൻ ആരാണ്? ഡൊമിനിക്. ഫുൾ പേര് അറിയോ? ഡൊമിനിക് അരുൺ. യെസ്, അതന്നെയാണ്. ഇനി 55ാം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ബെസ്റ്റ് ഡയറക്ടർ പുരസ്കാരം കിട്ടിയതായിരിക്കാം? ചിദംബരം. 55 അല്ലേ ഇപ്പൊ ലാസ്റ്റ്? ചിദംബരം. അത് ഏതിനാണെന്നറിയോ? ഫിലിം മഞ്ഞുമൽ ബോയ്സ്. പിന്നെ സർക്കിട്ട് എന്ന സിനിമ എപ്പോൾ റിലീസായതാണ്? വർഷം? അയ്യോ, 2024 അല്ലേ സർക്കിട്ട്? ആസിഫ് അലിയുടെ 24 അല്ലേ? അല്ല 25, സോറി. ഓക്കെ. എക്കോ എന്ന് പറയുന്ന ഒരു ഫിലിം ഇപ്പൊ വരുന്നുണ്ടല്ലോ, അത് എവിടെയാണ് പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്? എവിടെയാണ്? അട്ടപ്പാടിയാണോ? എനിക്കറിയില്ല. ഇടുക്കിയാണ്. നമുക്ക് കിഷോറിലേക്ക് പോവാം. സോ ഇതിൽ നമ്മൾക്ക് ഒരു
എനിക്ക് കുറേ ഇപ്പൊ നിങ്ങൾ എന്തായാലും ഫിലിം റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന പടമൊക്കെ പോയി കാണുമല്ലോ, അപ്പൊ കാണുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾക്ക് ഒരു സിനിമ കാണുമ്പോൾ പൊതുവെ ഏതെങ്കിലും ഒരു ആക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ് ആക്ടറോ ഒക്കെ നമ്മളുടെ മനസ്സിൽ പതിങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ റിപ്ലേസ് ചെയ്തുകൊണ്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ പ്രാവശ്യം ചെയ്യും. അതായത് ഏത് സിനിമ കാണുന്ന സമയത്ത് ഈവൻ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും നല്ല ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഞാൻ എന്നെ വെച്ച് റീപ്ലേസ് ചെയ്ത് നോക്കും. ഞാൻ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാൻ നോക്കാറുള്ള ചെയ്യാനാ ഇഷ്ടം? ഇപ്പൊ കറന്റ് ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിലിമിലെ ഏത് ക്യാരക്ടർ ചെയ്യാനാ ഇഷ്ടം? കറന്റ്ലി വന്നിട്ടുള്ളത് എനിക്ക് ആ DSC ഇറങ്ങിയിട്ടുണ്ടായില്ലേ, അപ്പൊ പ്രണവിന്റെ വെച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെയ്യുന്ന സമയത്ത് ഞാനാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ നല്ല ക്യാരക്ടർ അല്ലേ, ഡിസൈൻ. നമ്മൾക്കിപ്പം നമ്മൾക്ക് ഫ്യൂച്ചറിൽ സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സിനിമ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അവാർഡ് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ, ഏത് അവാർഡായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക? സിനിമ ചെയ്തതിന് ശേഷം ഒരു സിനിമ ചെയ്തു, അതിലിപ്പം ഇപ്പം ആക്ടിങ് മാത്രമാണോ ഇഷ്ടം? ആക്ടിങ് ആണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് അവാർഡ്സ് നമ്മള് മുന്നിൽ കാണുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഏത് അവാർഡാണ് നമ്മുടെ മനസ്സിൽ എനിക്കത് വേണമെന്ന് ആഗ്രഹം? ബെസ്റ്റ് ആക്ടർ തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ആ ഒരു കോള് വന്നിട്ട് ആര് ത്രൂ അറിഞ്ഞത്? ഡയറക്ടർ ത്രൂ അറിഞ്ഞത്. അപ്പൊ ആദ്യം ആരെയാ വിളിച്ചു പറഞ്ഞേ? ആദ്യം വിളിച്ചത് വീട്ടിലേക്കാ വിളിച്ചത്. അത് കോമഡിയാ. വീട്ടിലേക്ക് വിളിച്ചു, ഇതുപോലെ വിളിച്ചിട്ട് അമ്മ ഇതുപോലെ ഒരു ഫെസ്റ്റിവൽ നടന്നു, അപ്പോൾ എനിക്കാണ് ഇങ്ങനെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ വേറെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ ആദ്യം അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു വീട്ടിലത്തെ കാര്യങ്ങൾ. അപ്പോൾ പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഇതുപോലെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പൊ കിട്ടിയില്ലേ? ആ ഓക്കെ, നല്ല കാര്യം. പിന്നെ മറ്റേ ഗ്യാസ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതായിരുന്നു എനിക്ക് വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ ഞാൻ ശരി ഓക്കെ തീർന്നു. ഗ്യാസ് നിന്റെ ഫോൺ നോക്കിയാണ്? എന്റെ നമ്പർ ബുക്ക് ചെയ്യാണ്. പറഞ്ഞതിന്റെ പോയി. പറഞ്ഞിട്ട് പോയി. അല്ല, എനിക്ക് അറിഞ്ഞപ്പോ തന്നെ ഞാൻ എൻ്റെ കൂടെ ആദ്യം വിളിക്കുന്ന ഞാൻ ഇതിന്റെ എഡിറ്റർ ഫാസിലാണ്. ആക്ച്വലി ഫാസിൽ റസാഖ്, പുള്ളി സ്റ്റേറ്റ് അവാർഡ് ഡയറക്ടറാണ്. പുള്ളി തടവ് എന്ന് പറഞ്ഞിട്ട് സിനിമ, ഈ അടുത്ത് മോഹൻ എന്ന് പറഞ്ഞിട്ട് വേറെ സിനിമ ചെയ്തു. ഫാസിലിനെ കണ്ടിട്ടാണ് ഞാൻ ഡയറക്ഷനിലേക്ക് മാറുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഫാസിലിൻ്റെ തടവ് എന്ന് പറയുന്ന പടത്തിൽ ഒരു സിനിമോട്ടോഗ്രാഫിയിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഫാസിൽ ഡയറക്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് അത് ആഗ്രഹം തോന്നിയിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടുതലായിട്ട് വരുന്നത് ഫാസിൽ വഴിയാണ്. അപ്പോൾ എനിക്കിത് അവാർഡ് അറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പറയണമെന്ന് തോന്നിയത് ഫാസിലിനാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്കൊന്നുമല്ല, ഞാൻ ആദ്യം ഫാസിലിനെ വിളിച്ചു. ഇനി നമ്മൾക്കിപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് എഡിഷൻ ആണ് അതിൻ്റെ ഇതിൽ നമ്മളുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അതായത് LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ സെക്കൻഡ് എഡിഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മൾക്ക് കമൽ സാർ തന്നെയാണ് ജൂറി ചെയർമാൻ. അപ്പൊ ഇതിന്റെ ആഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഇങ്ങനെ നടക്കുന്നുണ്ട്, നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ക്വയറീസ് എന്തെങ്കിലും വന്നായിരുന്നോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ ഇതിന്റെ പിന്നെ എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നി ഫെസ്റ്റിവൽ, അവരിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്തായാലും ഇപ്പൊ നമ്മള് ഞാൻ കണ്ടു, ഞാൻ നിങ്ങളുടെ പുതിയ ഇതില് കണ്ടു ഒന്നും കൂടെ. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാ? നിങ്ങൾ അതായത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് എഡിഷൻ വന്നപ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന പോലെ മോസ്റ്റ്ലി ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ആരും വിചാരിച്ച പോലെ ആയിരുന്നില്ല അന്നേരം ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? നല്ലതായിരിക്കോ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഇല്ല, പറ്റുവാണെങ്കിൽ വരണം, എങ്ങനെയും പടങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത്തവണ നമ്മൾക്ക് പാൻ ഇന്ത്യൻ ലെവലിലാണ് ഫെസ്റ്റിവൽ വരുന്നത്. അപ്പോൾ നമ്മള് കേരള, കർണാടക, തമിഴ്നാട്, മണിപ്പൂർ, ബംഗാൾ, സിംഗപ്പൂർ ഇവിടുന്ന് ഡയറക്ടേഴ്സ് ജൂറി പാനലിൽ ഉണ്ടാവും. ഒരു 17 മെമ്പർ കമ്മിറ്റിയാണ്. ഇത്തവണ കുറച്ചുകൂടെ വൈഡ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എത്തുമ്പോൾ നമുക്ക് ഇന്ത്യ വൈഡ് ആയിട്ട് നമ്മൾക്ക് ഇപ്പൊ സബ്മിഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളുടെ കാറ്റഗറീസ് ആണെങ്കിലും ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഷോർട്ട് ഫിലിം, ബെസ്റ്റ് ഷോർട്ട് ഫിലിം, അതുപോലെ തന്നെ ബെസ്റ്റ് ആനിമേഷൻ, ബെസ്റ്റ് ഡോക്യുമെന്ററി, അതുപോലെ നമ്മൾക്ക് ഇപ്പം സ്കൂള്, ക്യാമ്പസ്, അതിന് മറ്റൊരു കാറ്റഗറി. കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് അത് ചെയ്യാൻ പറ്റാണ്ടൊക്കെ പോയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കും ഉറപ്പാണ്. അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം ആവട്ടെ എന്ന് കൂടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് എഡീഷനിൽ നിങ്ങൾ ഫസ്റ്റ് എഡീഷനിലെ വിന്നേഴ്സിനെ വിളിച്ചിട്ട് നമ്മളിപ്പം ഇന്റർവ്യൂ ആണെങ്കിലും ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. എന്തായിരുന്നു ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായത്? ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, നമ്മുടെ ഓപ്പണന്റിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ
കുറച്ച് ഞാൻ പേജ് നോക്കിയിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് പേജ് എങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പോശം എങ്ങനെ പോകുന്നു എന്നുള്ളത് പേജൊക്കെ നോക്കുന്ന സമയത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ആമോസ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഫെസ്റ്റിവൽ ഇച്ചിരി ഗ്രാൻഡ് പരിപാടിയാണെന്ന് തോന്നുന്നു, അപ്പോൾ വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ട്. അപ്പോൾ സോ ഇപ്രാവശ്യത്തെ കുറച്ചുകൂടെ നേരത്തെ മുൻപ് 30+ അല്ല അവാർഡ്സ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 100+ ആണല്ലേ. അത് കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാണും. അപ്പോൾ ഒരു ലാസ്റ്റ് ചോദ്യം, കമൽ സാറിന്റെ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട ഫിലിം? സ്വപ്നക്കൂട്. നിറം. ഓക്കെ, അത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കണ്ടുവരുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നിമിഷം നമ്മൾക്കറിയാം, നമ്മൾ കുറേയൊക്കെ അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്, കുറച്ചൊക്കെ സക്സസ് എന്ന് നമ്മൾക്ക് പറയാനും പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഫീച്ചർ ഫിലിമിലേക്കുള്ള രണ്ടുപേരുടെയും ദൂരം? അല്ല, ഓൾറെഡി ഞാൻ 2 ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഡെബ്യൂട്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. ഇപ്പോൾ ഇതേ ടീമിൻ്റെ കൂടെ തന്നെ വേറൊരു മൂവിയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്കമിങ് റിലീസായിട്ട് അത് നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല ദൂരമുണ്ട്. LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഓഫ് കോഴ്സ് വന്നിട്ടുണ്ട്. ഒന്നാമത് ഒപ്പണൻറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ആസ്പെക്ട്സും അതിൽ വർക്ക് ചെയ്ത രീതികളെല്ലാം വെച്ചിട്ട് തന്നെ ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ തിയേറ്റർ ചെയ്യുന്ന ആളാണ്, സോ അതിൻ്റെ ജേണിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ കുറച്ചും കൂടെ പോളിഷ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കും പറഞ്ഞ പോലെ സിനിമോട്ടോഗ്രാഫിയും കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെ സിനിമോട്ടോഗ്രാഫിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട്, കൂടെ സിനിമ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ഇപ്പം നമ്മളുടെ ഇപ്പോൾ എഡിഷൻ 2ലേക്ക് വരികയാണ് നമ്മൾ, അപ്പോൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ, ഒരു പാർഷ്യൽ ആണെങ്കിലും പോലും നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? അല്ല, ആക്ച്വലി ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് നടക്കുന്നത് തന്നെ പുതിയ ആൾക്കാർ വരുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, അവർക്ക് കുറച്ചുകൂടെ ഫീച്ചറാണെങ്കിലും ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിലും ഇത് ഭയങ്കര എൻകറേജ്മെൻറ്റ് കിട്ടുക, കോംപ്ലിമെൻറ്റ്സ് കിട്ടുക, അവാർഡ്സ് കിട്ടുക എന്നുള്ളതൊക്കെ ഭയങ്കര കാര്യമല്ലേ. ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര മൈലേജ് കിട്ടുന്ന കാര്യമാണ്. ഈവൻ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അതൊന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഇന്ന് വർക്ക് ചെയ്യുന്ന പല സിനിമകളിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഇങ്ങനത്തുള്ള അവാർഡ്സ് കിട്ടുമ്പോൾ, അപ്രീസിയേഷൻസ് കിട്ടുന്ന സമയത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധനം. അപ്പോൾ സോ ഡെഫിനറ്റ്ലി അതൊരു നല്ല കാര്യമാണ്. അത് തന്നെ എനിക്ക് ഭയങ്കര വർക്കായ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. പോയ ഫെസ്റ്റിവൽസിലൊക്കെ കൂടുതൽ ആളുകൾ ഒപ്പണൻ്റ് കണ്ട ഫെസ്റ്റിവലാണ് LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മളുടെ കൂടെ ഇത്രയും നേരം ചിലവഴിച്ചിട്ടുള്ള ഇവർ രണ്ടുപേർക്കും നമ്മളുടെ ഭാഗത്ത് ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കും. സോ താങ്ക് യു ബോത്ത് ഓഫ് യു. ഈ ഒരു ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.